വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് നമുക്ക് തലശ്ശേരിയുടെ തനത് വിഭവമായ തേങ്ങാമുറി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. കാണാനും നല്ല ഭംഗിയാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് കാരണം വേറെ മുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ അതിനുള്ള ഉപ്പാണ് ചേർത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മസാലയും അതുപോലെ കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി അതിലേക്ക് ഫ്രഷായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ പുഴുങ്ങിയ മുട്ടയും എടുത്തിട്ട് കുറച്ച് കോൺഫ്ലവറിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ മുട്ട നന്നായിട്ട് കോൺഫ്ലവറിൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മളത് വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ മസാല മുട്ടയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഈ മസാലയൊക്കെ ഈ മുട്ടയിൽ നിന്ന് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ മസാല പൊതിയുമ്പോൾ മുട്ടയിൽ പിടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. അത് നമുക്കൊരു സൈഡിലേക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും 3 ടീസ്പൂൺ പാല് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്കൊരു മിക്സിയുടെ ചട്ടി ജാറിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാല് ചേർത്തില്ല എന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കോട്ട് ചെയ്യാൻ കുറച്ചധികം മുട്ട വേണ്ടി വരും. അത് കാരണം ഞാനിപ്പോൾ പാല് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ചെടുക്കാം. ഒരു ചെറിയ വലുപ്പത്തിൽ, ഏകദേശം ഒരു ഉരുളക്കിഴങ്ങിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള ബോൾസാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ കോൺഫ്ലവറിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുട്ട നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ടേനെ മസാല വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞെടുക്കുമ്പോൾ കോൺഫ്ലവറിൽ ഓൾറെഡി മുട്ട കോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഗ്യാപ്പൊന്നും വരാതെ തന്നെ നമുക്ക് മുട്ട ഫുള്ളായിട്ട് മസാല വെച്ച് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കൈ നമുക്കൊന്ന് ചുറ്റി ഒന്ന് കൊടുത്തിട്ട് മുട്ട പുറത്ത് കാണാത്ത രീതിയിൽ മസാല വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കബാബും റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഈ മസാല ഒന്ന് പൊട്ടിപ്പോയെന്ന് തോന്നാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടി മസാല വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്താൽ മതി. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിടിച്ച് വെച്ചിട്ടുള്ള ഓരോ കബാബും ഈ മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ കബാബിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഒരേപോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഒരു പ്രാവശ്യം കൂടി മുട്ടയിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്നുകൂട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഓരോ കബാബും ഡബിൾ കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കബാബ് നല്ല ക്രിസ്പായിരിക്കും. അതുപോലെ ഇത് പൊട്ടിയൊന്നും പോകാനൊന്നും ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് 2 പ്രാവശ്യം കോട്ട് ചെയ്യുന്നത് അത്രത്തോളം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ കബാബും ഇതുപോലെ റോൾ ചെയ്ത് ഡബിൾ കോട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഓരോ കബാബും നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് 1, 2 അതിലധികമോ ഒക്കെ നമുക്ക് കബാബ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ മീതേക്ക് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഈ ഒരു കബാബ് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു തേങ്ങ മുറി പോലെ കാണാനുണ്ടാവും കേട്ടോ.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുട്ടയുടെ മഞ്ഞ, അതുപോലെ തന്നെ അതിൻ്റെ വെള്ള, അതിൻ്റെ പുറത്ത് നമ്മുടെ കിഴങ്ങിൻ്റെ മസാല, പുറത്തുള്ള കോട്ടിങ്, ഇതെല്ലാം കൂടി ഒരു തേങ്ങ മുറിച്ച് വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെയുണ്ട് കാണാൻ. അത് കാരണമാണ് ഇതിന് തേങ്ങാമുറി എന്നുള്ള പേര് വന്നത്. ഈ തേങ്ങാമുറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ റെസിപ്പി പറഞ്ഞു തന്നത്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ്. നോമ്പുതുറക്കി തലശ്ശേരി ഭാഗത്തേക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പലഹാരമാണ് കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.